നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. രാജീവിൻ്റെ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങിയ ഗൗരിയെ 4 കണ്ണുകൾ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് ഗൗരി തൻ്റെ സീറ്റിൽ ചെന്നിരുന്ന് ജോലിയിൽ മുഴുകി. നമ്മളെ നോക്കി ചിരിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. ഇപ്പം അവളുടെ കോൺഫിഡൻസ് കണ്ടില്ലേ? നാൻസി പറഞ്ഞു. ഈ കോൺഫിഡൻസ് അധിക ദിവസം ഉണ്ടാവില്ല. അതിനുള്ള പണികളൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. നാൻസി വിഷമിക്കണ്ട, അഞ്ജലി മറുപടി നൽകി. എന്തു പണിയാ ഉദ്ദേശിച്ചിരിക്കുന്നത്? നാൻസി ആകാംക്ഷയോടെ ചോദിച്ചു. അതൊക്കെ ഉണ്ട്, വൈകാതെ തന്നെ കാണാം, അഞ്ജലി നിഗൂഢമായി പറഞ്ഞു. അവരുടെ സംസാരം ശ്രദ്ധിച്ച ദീപ ഗൗരിയെ ഒന്ന് നോക്കി. എന്തോ വലിയ പ്ലാൻ അവർ മെനയുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ആ സമയത്ത് 40 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരാൾ അങ്ങോട്ട് വന്നു. അയാൾ ഗൗരിയോട് ചോദിച്ചു, മാനേജർ സാർ എവിടെ ഇരിക്കുന്നത്? ഗൗരി രാജീവിൻ്റെ ക്യാബിൻ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയതും അഞ്ജലി വേഗം ഇടപെട്ടു. അതാണ് സർ, ചെന്നോളൂ, മാനേജർ അവിടെ ഉണ്ട്. ശരി മാഡം, താങ്ക് യു പറഞ്ഞതിന് ശേഷം അയാൾ ഗൗരിയുടെ മുഖത്ത് നോക്കി നന്നായി ഒന്ന് ചിരിച്ചു. ശേഷം രാജീവിൻ്റെ ക്യാബിൻ്റെ ഡോറിൽ ചെന്ന് മുട്ടി. രാജീവ് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അകത്തേക്ക് കയറിയ അയാൾ രാജീവ് കാണിച്ച കസേരയിലിരുന്നു. സാറ് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്തത്. എനിക്ക് ഫീൽഡിലൊന്ന് പോകാനുണ്ടായിരുന്നു. എന്താ സാറിൻ്റെ ആവശ്യം? രാജീവ് ചോദിച്ചു. ഞാനൊരു എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിനനുയോജ്യമായ ഒരു സ്ഥലം എൻ്റെ പക്കലുണ്ട്. എൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവിടെ ഒരു ബിൽഡിംഗ് പണിയണം. അതിനാവശ്യമായ മെഷീൻ ഫിറ്റിങ്സും നിങ്ങൾ തന്നെ ചെയ്തു തരണം. അതല്ല ഇവിടെ ചെയ്യുന്നുണ്ടെന്നറിഞ്ഞാണ് ഞാൻ വന്നത്. ഓ ഷുവർ, ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആവശ്യമായ പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. അത് 2nd ഫ്ലോറിലാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന് എൻജിനീയർ റോഷനെ കണ്ടാൽ മതി. റോഷൻ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പ്ലാൻ ചെയ്തു തരും. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം, രാജീവ് പറഞ്ഞു. അയാൾ സമ്മതത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ദേവൻ തൻ്റെ ക്യാബിനിൽ നിന്ന് ധൃതിയിൽ ഫോണിൽ നോക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അതേസമയം ചെയ്തു കഴിഞ്ഞ ഫയലുകൾ രാജീവിൻ്റെ ടേബിളിൽ വയ്ക്കാനായി പോകുകയായിരുന്ന ഗൗരിയുമായി അവൻ കൂട്ടിയിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഗൗരി താഴേക്ക് വീഴാൻ തുടങ്ങിയതും ദേവൻ പെട്ടെന്ന് അവളുടെ അരയിലൂടെ കൈ ചേർത്ത് അവളെ താങ്ങിപ്പിടിച്ചു. ഇടിയുടെ ഞെട്ടലിൽ ഗൗരിയുടെ കയ്യിലുണ്ടായിരുന്ന ഫയലിലെ പേപ്പറുകളെല്ലാം തെറിച്ച് വായുവിൽ പറന്നു. അപ്രതീക്ഷിതമായ കൂട്ടിമുട്ടലിൽ അമ്പരന്ന് ഗൗരി ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പെട്ടെന്ന് തന്നെ അവളെ നേരെ നിർത്തി ദേഷ്യത്തോടെ ചോദിച്ചു, നിനക്ക് നോക്കി നടന്നൂടെ? അത് കേട്ടതും ഗൗരിക്ക് ദേഷ്യം വന്നു. അവൾ തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് നോക്കി നടന്നൂടെ? മറ്റെവിടെയെങ്കിലും നോക്കി സ്പീഡിൽ വന്ന് എന്നെ തട്ടിയിട്ട് എന്നോട് വഴക്കിന് വരുന്നോ? ദേഷ്യം കൊണ്ട് പല്ല് കടിച്ച് ദേവൻ ചുറ്റുമൊന്ന് നോക്കി. അപ്പോഴാണ് താൻ ദേഷ്യപ്പെട്ടത് എല്ലാവരും കേട്ടല്ലോ എന്ന ബോധം ഗൗരിക്കുണ്ടായത്. അവൾ കുറ്റബോധത്തോടെ തല താഴ്ത്തി നിന്നു. ഓഫീസിലുള്ള മറ്റെല്ലാവരും ഗൗരി ദേവനോട് ദേഷ്യപ്പെടുന്നത് കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. ദേവൻ ഗൗരിയെ രൂക്ഷമായി നോക്കിയ ശേഷം അവിടുന്ന് വേഗത്തിൽ പോയി. ഗൗരി, നീ എന്താ ഈ ചെയ്തത്? എന്തിനാ സാറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? വല്ലാത്ത ദേഷ്യത്തിലാ സാറ് പോയത്, സ്റ്റെഫി പറഞ്ഞു. അതിനിടയിൽ ഗൗരിയുടെ ഫയലിൽ നിന്ന് തെറിച്ച പേപ്പറുകളിൽ 2 അഞ്ജലിയുടെ ടേബിളിൽ ചെന്ന് വീണിരുന്നു. അഞ്ജലി ആ 2 പേപ്പറുകൾ മാറ്റി പകരം തൻ്റേതായ 2 പേപ്പറുകളെടുത്ത് ഗൗരിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഇവിടുത്തെ ജോലി തീർന്നു ഗൗരി. ഈ അഹങ്കാരത്തിന് ദേവൻ നിനക്കുള്ളത് തരും. എന്തോ അർജൻറ്റ് കാര്യത്തിന് പോയതാ ദേവൻ. തിരികെ വരുമ്പോഴേക്കും ബാഗ് എടുത്ത് റെഡിയായി നിന്നോ. നിനക്ക് ഇന്നിവിടുന്ന് ഇറങ്ങേണ്ടി വരും. അഞ്ജലിയും നാൻസിയും പരസ്പരം നോക്കി ചിരിച്ചു. ഗൗരി അഞ്ജലിയുടെ കയ്യിൽ നിന്ന് ആ പേപ്പറുകൾ വാങ്ങി താഴെ വീണ മറ്റു പേപ്പറുകൾ പെറുക്കാൻ തുടങ്ങി. ദീപ അവളുടെ അടുത്തേക്ക് വന്ന് പേപ്പറുകൾ എടുക്കാൻ സഹായിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്ത് പണിയാ കാണിച്ചത് ഗൗരി? പേപ്പറുകളെല്ലാം പെറുക്കി നിവരുന്നതിനിടയിൽ ഗൗരിക്ക് തല ചുറ്റുന്നതായി തോന്നി. അവൾ ഒരു കൈകൊണ്ട് തലയിൽ പിടിച്ച് കണ്ണടച്ച് കുറച്ചുനേരം നിന്നു. അത് കണ്ട് ദീപ അവളെ പിടിച്ച് ചെയറിലിരുത്തി ചോദിച്ചു, എന്തുപറ്റി ഗൗരി? പെട്ടെന്ന് നിവർന്നപ്പോൾ തല ചുറ്റിയതുപോലെ തോന്നി ചേച്ചി. ഇപ്പം മാറി, ഗൗരി പറഞ്ഞു. ദേവനോട് ധിക്കാരം പറഞ്ഞിട്ട് അടവ് കാണിക്കുക അവള്, നാൻസി പറഞ്ഞു. ദേവനോട് അങ്ങനെയൊക്കെ പറയാൻ പാടുമോ ഗൗരി? ദീപ ചോദിച്ചു. ചേച്ചി, ഞാനല്ല, സാറാ എന്നെ വന്നിടിച്ചത്, എന്നിട്ട് എന്നെ വഴക്ക് പറയുക, ഗൗരി പറഞ്ഞു.
നിന്നെയാണ് ഇടിച്ചതെങ്കിലും ദേവനോട് നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ദീപ പറഞ്ഞു. ഓഫീസിലെല്ലാവരും ഏറെ ബഹുമാനിക്കുന്ന ദേവനോട് താൻ അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ലെന്ന് ഗൗരിക്കും തോന്നി. ലഞ്ച് ടൈമിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപ ഗൗരിയോട് പറഞ്ഞു, ഗൗരി, നീ ഒന്ന് ശ്രദ്ധിക്കണം. അഞ്ജലിയും നാൻസിയും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. രാവിലെ നിന്നെ നോക്കി അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് വല്ലാതൊരു സംശയം തോന്നി. എന്നോട് എന്തിനാ ചേച്ചി അവർക്ക് ഇത്ര ദേഷ്യം? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഗൗരി അമ്പരപ്പോടെ ചോദിച്ചു. ഞാൻ അന്ന് പറഞ്ഞില്ലേ, അത് തന്നെ, ഈഗോ. നീ തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് ഇപ്പം കമ്പനിക്ക് ഒരുപാട് വർക്ക് ലഭിക്കുന്നുണ്ട്. അതവർക്ക് സഹിക്കുന്നില്ല. ദേവൻ നിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും പരിഗണിക്കുന്നതും അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിനൊപ്പം നിന്റെ ഐഡിയയിൽ പുതിയ വർക്ക് കൂടി വന്നതോടെ അവരുടെ അസൂയ ഇരട്ടിച്ചു. നിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വരുത്താൻ അവർ ശ്രമിക്കും. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ, ദീപ ഓർമ്മിപ്പിച്ചു. അവരെന്നെ പുറത്താക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചെയ്തോട്ടെ. ഇപ്പോൾ ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എന്നോടുള്ള വിരോധം കാരണം കമ്പനിക്ക് ദോഷം വരുന്നതൊന്നും അവർ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു, ഗൗരി മനസ്സിൽ വിചാരിച്ചു. ലഞ്ച് ടൈമിന് ശേഷം ദേവൻ ഓഫീസിലേക്ക് വന്നില്ല. ദേവനെ കാണാത്തതുകൊണ്ട് ഗൗരി വല്ലാതെ പരിഭ്രമിച്ചു. എന്തുകൊണ്ടായിരിക്കും വരാത്തത്? രാവിലെ മുതൽ രവിയേട്ടനെ കാണാനില്ല. ലഞ്ച് ടൈമിന് മുന്നേ തന്നെ സാർ ധൃതിയിൽ എവിടെയോ പോയി. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഗൗരി ആകുലപ്പെട്ടു. സാർ നേരത്തെ വന്നിട്ടുണ്ടാവുമോ? ക്യാബിനുള്ളിൽ കാണുമോ? അവൾ സംശയിച്ചു. വെറുതെ ചെന്ന് നോക്കിയ അഞ്ജലി മാഡം നാൻസി മാഡം അത് ശ്രദ്ധിക്കും. അത് വേണ്ട, ഒരു ഫയലുമായി ക്യാബിനിൽ ചെന്ന് നോക്കാം എന്ന് തീരുമാനിച്ച് ഗൗരി ഒരു ഫയൽ കയ്യിലെടുത്ത് ദേവൻ്റെ ക്യാബിൻ്റെ ഡോറിൽ മുട്ടിയതിന് ശേഷം ഡോർ തുറന്ന് അകത്തേക്ക് നോക്കി. അകത്ത് ആരും ഉണ്ടായിരുന്നില്ല. ക്യാബിനിലെ ലൈറ്റും എ സിയും ഓഫ് ചെയ്തിരുന്നില്ല. അവൾ അതെല്ലാം ഓഫ് ചെയ്ത് തിരികെ വന്നു. ദേവൻ എന്തുകൊണ്ടായിരിക്കും വരാത്തത് എന്ന ആകുലതയോടെ അവൾ തൻ്റെ സീറ്റിൽ വന്നിരുന്നു. ദീപ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഗൗരി സീറ്റിലിരുന്നോടാൻ അഞ്ജലി ചോദിച്ചു. എടി, ദേവൻ ക്യാബിനിലില്ലല്ലോ, പിന്നെ നീ എന്താ അവിടെ പോയി ചെയ്തത്? സാർ ഉണ്ടോയെന്ന് വിചാരിച്ച് ഫയൽ കാണിക്കാൻ പോയതാ. സാറില്ലാതെ ക്യാബിനിലെ ലൈറ്റും എ സിയും ഓണായി കിടക്കുകയായിരുന്നു. അത് ഓഫ് ചെയ്താ തിരികെ വന്നത്, ഗൗരി മറുപടി പറഞ്ഞു. ലഞ്ച് ബ്രേക്കിന് ശേഷം ദേവൻ വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ അങ്ങോട്ട് പോയത്? നാൻസി ചോദിച്ചു. ഇന്ന് ലഞ്ച് ടൈമിന് മുന്നേ സാർ പോയതല്ലേ, അതുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ച് പോയതാ, ഗൗരി പറഞ്ഞു. ഫയൽ എടുക്കാനും കൊടുക്കാനും എന്നൊക്കെ പറഞ്ഞ് എന്തിനാ ഓരോ ക്യാബിനുള്ളിൽ കയറിയിറങ്ങുന്നത്? അതിനുള്ളിൽ എന്താ നടക്കുന്നതെന്ന് ആർക്കറിയാം? കോശി സാർ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളൊന്നും കണ്ടിട്ടില്ല. ഇതുപോലെ ഫയലുകൾ കൊടുക്കലും വാങ്ങലും ഒന്നും ഇവിടെ നടന്നിട്ടുമില്ല, അഞ്ജലി പരിഹാസത്തോടെ പറഞ്ഞു. കോശി സാറ് പകലെല്ലാം ഫീൽഡിലായിരുന്നല്ലോ. രാത്രി വന്നിട്ടാണല്ലോ സാർ ഫയലുകൾ നോക്കിയിരുന്നത്. അതുകൊണ്ടാവും മാഡം കാണാതിരുന്നത്. ഇപ്പോൾ കോശി സാർ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് നമുക്കുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഫയലുകളുണ്ടാവും. അതെല്ലാം മാഡത്തിനും അറിയാലോ. മുമ്പ് ഇത്രയും വർക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതലാണെന്ന് കരുതി മാഡം ജോലി ചെയ്യാതിരിക്കുന്നുണ്ടോ? ഗൗരി തിരിച്ചു ചോദിച്ചു. എടി, നീ ദേവനോട് ധിക്കാരം പറയുന്നത് പോലെ എന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അഞ്ജലി ഗൗരിക്ക് നേരെ ദേഷ്യത്തോടെ വന്നു. ഗൗരി ഒന്ന് പേടിച്ചെങ്കിലും ധൈര്യം സംഭരിച്ചു പറഞ്ഞു. ഞാൻ ധിക്കാരം പറഞ്ഞതല്ല, കാര്യങ്ങൾ മാഡത്തെ ബോധ്യപ്പെടുത്തിയതാ. നിന്റെ ബോധ്യപ്പെടുത്തൽ എന്നോട് വേണ്ട. നീ നേരത്തെ ദേവനോട് തട്ടിക്കയറുന്നുണ്ടായിരുന്നല്ലോ. ആരുടെ ധൈര്യത്തിലാടി നീ അതെല്ലാം ചെയ്യുന്നത്? അഞ്ജലി ചോദിച്ചു. മാഡം, ഇതൊരു ഓഫീസാ. ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. അത് മാഡത്തിനും നല്ലതല്ല, ഗൗരി ശാന്തമായി പറഞ്ഞു. ഞാൻ ബഹളം ഉണ്ടാക്കുന്നെന്നോ? നീ പിന്നെ എന്താ ചെയ്യുന്നത്? അഞ്ജലി ഉറക്കെ ചോദിച്ചു. അപ്പോഴേക്കും ദീപ വന്ന് ഇടപെട്ടു. അഞ്ജലി, മതി. നീ നിന്റെ സീറ്റിൽ പോയിരിക്ക്. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഇന്നലെ കയറി വന്ന ഇവൾ എന്നോട് ധിക്കാരം പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ? അഞ്ജലി ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ ഒരു ധിക്കാരവും പറഞ്ഞിട്ടില്ല. ഗൗരിയെ ചോദ്യം ചെയ്യാൻ അഞ്ജലിക്ക് അവകാശമില്ല. ഗൗരിയെപ്പോലെ തന്നെ അഞ്ജലി ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രാ, ദീപ പറഞ്ഞു. നിങ്ങളോട് ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞില്ലേ എന്നാക്രോശിച്ചുകൊണ്ട് അഞ്ജലി ദീപയെ പിടിച്ചു തള്ളി. അഞ്ജലിയുടെ തള്ളലിൽ ദീപ വീഴാൻ പോയതും ബഹളം കേട്ട് ക്യാബിനുള്ളിൽ നിന്ന് വന്ന രാജീവ് അവളെ താങ്ങി പിടിച്ചു. ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഗൗരിയും എഴുന്നേറ്റ് ദീപയുടെ അടുത്തേക്ക് ചെന്നു.
ഓഫീസിലുള്ള മറ്റെല്ലാവരും അഞ്ജലിയുടെ ഈ മോശം പെരുമാറ്റം കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു.